മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി ദ ബെസ്റ്റ് ഹോം മേക്കർ. ഷെറീന ചേച്ചി റെഡി ആയോ അടുത്ത ടാസ്കിന്? എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടോ എന്തായിരിക്കും ഇനി വരാൻ പോണ പടി? ഇല്ല ഒരു ഊഹമില്ല. കാരണം ഇനി ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിട്ടല്ലേ വന്നുകൊണ്ടിരുന്നത്. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് യമ്മി മമ്മി. നല്ലൊരു മമ്മിയാണോ? മോനൊക്കെ നല്ല ഉഗ്രം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ സിമ്പിൾ ടാസ്ക് ആയിരിക്കും ഇത്. കാരണം ഞങ്ങള് ലാവിഷ് ടൈം തരുന്നുണ്ട്. 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റില് ചേച്ചി ഹസ്ബൻഡിനും മോനും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. ചേച്ചിയുടെ ചോയ്സ്. ഞങ്ങളത് വിട്ടു തന്നിരിക്കുന്നു. 15 മിനിറ്റിൽ ഉണ്ടാക്കി കൊടുക്കാം. 15 മിനിറ്റ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, അത് അവർക്ക് സെർവ് ചെയ്യും വേണം. ആ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 15 മിനിറ്റ്സ്. അത് മറക്കരുത്, സെർവ് ചെയ്യാൻ മറക്കരുത്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, നല്ല ഭക്ഷണമായിരിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, അത് പിന്നീട് ടാസ്കിൽ ഉൾപ്പെടുത്തില്ല അവള്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വേഗം ആലോചിച്ചെടുത്തോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗോ. ഓടിക്കോ ഇനി വെയിറ്റ് ചെയ്യണ്ട. എന്തെങ്കിലും സ്പീഡിലാണോ പോണേ? ഭഗവാനെ പറക്കോണല്ലോ ചേച്ചി. മനസ്സിലെന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. 15 മിനിറ്റിൽ എന്തൊക്കെ ഉണ്ടാക്കാം ചേച്ചിക്ക്? മുട്ട വെച്ചിട്ടുള്ള കളിയാണല്ലേ അത്. അമ്മേനെ വിളിക്കോ? മൈദ കാണുന്നില്ല. പറ്റില്ല അല്ലേ? സോറി. ഓക്കെ. മൈദ നമ്മൾ തപ്പി ഇടിക്കണം. ഞാൻ തപ്പിയത് മതിയാ? എവിടെ ഇരിക്കുന്നുണ്ടാവാ? ഇത് ഞങ്ങക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ കലാന്ന് തോന്നുന്നു. ഈ ടാസ്ക് ഒക്കെ വേഗം തീർത്തോളും. എന്നിട്ട് പറഞ്ഞിങ്ങനെ ഫുഡിങ്സിലേക്ക് പോവാം. വിശന്ന് തുടങ്ങി. ഈ ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചിരിക്കണോ? ഇപ്പൊ കഴുകി വെക്കും. ഒരു ഗ്ലാസ് ഞാൻ എടുക്കണേ. ചേച്ചിക്ക് വേറൊരു ചെറിയ പണി കൂടി ഞാൻ തന്നേക്കാം. അതിനു വേണ്ടിയിട്ടാണ്. അതെന്താ സാധനം? ഇത് ചിക്കൻ, വേവിച്ച ചിക്കനോ? ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ചിക്കൻ കാണുമ്പോൾ ഒരു ചെറിയൊരു അലർജി പ്രശ്നമുണ്ടല്ലേ? കാണുന്നില്ല, അഡ്ജസ്റ്റ് പണ്ണുങ്കോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചെറിയ പണി കൊടുക്കണ്ടേ? കൂടെ നിൽക്കുമ്പോൾ ഇത് വെള്ളമാണോ ചേച്ചി? ചേച്ചിക്ക് ഞാൻ വേറൊരു ചെറിയ ടാസ്കും കൂടി ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. ടാസ്ക് എന്നല്ല. എന്താണ്? ഞാനൊരു സാധനം ഉണ്ടാക്കും. ചേച്ചി അതും ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇടാം. നല്ല മഞ്ഞ കളർ, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ, ഒന്നും കുറയ്ക്കണ്ട. അതും ചേച്ചി, ഞാനിവിടെ പറഞ്ഞു നിർത്തിയത് അതും ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഹസ്ബൻഡിന് കൊടുക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. ആയിക്കോട്ടെ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റി ആയോ? ഇത് എൻ്റെ ഒരു പുതിയ ഡിഷാണ്. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണ്ട ഇടയ്ക്ക്. ഇതിനെ എങ്ങനെ ഇളക്കും? ചേച്ചി കേക്കണ്ട, ഇതൊരു പുതിയ ഡിഷാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഈ സാധനം കൂടി കൊടുക്കണം. എവിടെ ഞാൻ ആരോട് ഇതൊക്കെ പറഞ്ഞു? ഞാൻ ഇതിൽ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ ജ്യൂസ് കണ്ടിട്ടോ? ഏത് ജ്യൂസ് ആയിട്ട് വരും? മാംഗോ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഏതിൽ പെടുത്താം? നല്ല രുചിയുള്ള ജ്യൂസ് ആയിരിക്കും. ചേച്ചി ടൈം 3.5 മിനിറ്റ്. 15 മിനിറ്റ് ഉണ്ട്. ഇച്ചിരി സമയമുണ്ട് ചേർത്താൽ മതി ചേച്ചിക്ക്. ഓംലെറ്റ് ആണോ? ഓംലെറ്റ് പിന്നെ ചിക്കൻ സംതിങ് അല്ലേ? ചിക്കൻ സംതിങ് പേരൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. ചേച്ചി എന്നെ പറയണതായിരിക്കും ബുദ്ധി. ഈ സാധനം ഉണ്ടല്ലോ ചേച്ചി ചേട്ടന് കൊടുക്കേണ്ടി വരും കേട്ടോ. ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറയണം. അപ്പൊ ചേട്ടൻ എന്തൊക്കെ കളത്തരങ്ങൾ പറയുന്നു ഞങ്ങൾ ശ്രദ്ധിക്കും. അതിനനുസരിച്ച് മാർക്ക് വീഴും. ചുമ്മാ മാർക്ക് വീഴുന്നത് ഞങ്ങൾ നടന്നൊരു തമാശയാണല്ലോ.
വെച്ച മഞ്ഞ ജ്യൂസ് പോലെ ഉണ്ടല്ലോ. ചെറിയൊരു ചായ അറിയാത്ത അതെടുത്തേക്കല്ല കേട്ടോ, അതാണ് കരുതിയില്ല. നാലര മിനിറ്റായി. ഈ ചിക്കൻ വേവിച്ചൊക്കെ വെച്ചതായിരുന്നു? അതെ അതെ, വേവിച്ച് വെച്ചതാ. പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ചിക്കൻ്റെ ഇഷ്ടമാണ് മോനും ഹസ്ബൻഡിനും ഒക്കെ. അതാണ് മെയിനായിട്ട് അതുണ്ടാക്കാനുള്ള കാര്യം. ഇതിപ്പോൾ ചിക്കനിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇത് സിമ്പിളാണ്. ഇത് ഉള്ളി വഴറ്റാം. അല്ല, ഈ സംഭവം ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെ ചെയ്തു? അത് ചിക്കൻ കുരുമുളകും മഞ്ഞളിട്ട് വേവിച്ച് വെച്ചതാണ്. അതപ്പം ഓൾറെഡി ടാസ്കിൻ്റെ മുന്നേ ചെയ്ത് വെച്ച ഒരു സംഭവമായി പോയത് പോലെ ആയോ? അതല്ലേ, ചിക്കനല്ലേ, ചിക്കനായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വെറുതെ വിട്ടേക്കാം. അതിന് നമുക്ക് വെറുതെ വിടാം. ചിക്കൻ വേണമെങ്കിൽ ഒന്ന് വേവിക്കാം വേറെ എടുത്തിട്ട്. അതായിരിക്കും ബുദ്ധി എന്ന് തോന്നുന്നു. കാരണം എന്താ പറയുമോ, ടാസ്കിൽ എല്ലാം അപ്പം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പം എങ്ങാനെങ്കിലും ജഡ്ജസിന് തോന്നിയാലോ, കണ്ട ചേച്ചി ഓൾറെഡി ചിക്കൻ എടുത്തു വച്ചു, അതെടുത്തു എന്ന് തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഞാനൊരു സഹായം പോലെ പറഞ്ഞതാണ്. പിന്നെ ചേച്ചിയുടെ ചോയ്സ്, ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ എടുക്കാം. 6 minutes ആയി. ഇവിടെ എല്ലാവരും നോൺ വെജ് ഒക്കെ കഴിക്കുമോ? എല്ലാവരും കഴിക്കും. ആക്ച്വലി ഇവിടെ ചേച്ചിയുടെ അമ്മയുണ്ടല്ലേ? ഓ, ചേച്ചി അവിടെ ഒന്നും കേൾക്കണേ. ഞാൻ പാവം ഇടയ്ക്ക് റിലാക്സ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതിയ വിശേഷങ്ങളൊക്കെ പറയണം. പക്ഷെ നോ രക്ഷ. പിന്നുള്ളത് ആരാ? ചേച്ചിയുടെ സിസ്റ്ററിന്റെ മോളോ? ഏതാ? ഒരാളെ ഞാനിവിടെ കണ്ടത്. അത് എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോളോ. ഇപ്പൊ വെറുതെ ജസ്റ്റ് വന്നേക്കണേന്ന് തോന്നുന്നു അല്ലേ? അതെന്താ മുട്ടയില് കടലമാവ്? അതെന്താ ആക്ച്വലി മുട്ടയില് കടലമാവ്? അത് എന്താണ് ഉദ്ദേശം? മുട്ടയും കടലമാവും അതൊരു പിന്നെ പിസ്സ പോലെ ഏകദേശം. ഓ, അങ്ങനെയൊക്കെ ആവുമല്ലേ? അതെ. കുക്കിങ്ങിൽ വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കണില്ല. ഓ, ഇവിടെ കുറച്ച് സ്റ്റൈലിഷ് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. പിസ്സയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിസ്സ പോലത്തെ എന്തുണ്ടോ? ഞങ്ങൾ അതിൽ ഉപ്മാവാ എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചുമ്മാറുണ്ടാട്ടോ. ചേച്ചിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇടയ്ക്ക് ടൈം ശ്രദ്ധിക്കുക. 7.5 minutes ആയി. കാരണം സെർവും ചെയ്യണം നമുക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ചേച്ചി ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു റെഡി ആയിക്കോളാം ഫുഡിന്. ഹായ്, ചേച്ചി ഫുൾ കോൺസെൻട്രേഷൻ ചേച്ചിയുടെ ഫുഡിലാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആരൊക്കെയോ വായിൽ വെള്ളം വരുന്നു. ചിക്കനെ കണ്ടപ്പോ ചില ചിക്കൻ കൊതിയന്മാരുണ്ട് ഞങ്ങളുടെ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജ്യൂസ് അതെടുക്കാൻ മറക്കരുത്. ഉപ്പും കൂടി ഇട്ടേക്കാം അല്ലേ? ഒരു ഭംഗി ആയിക്കോട്ടെ. എന്തായാലും സമയമുണ്ടല്ലോ നമുക്ക്. ഉപ്പ് എവിടെ ചേച്ചി? ഉപ്പ് എനിക്ക് ഡെക്കറേഷൻസ് ഭയങ്കര ഇഷ്ടം. ഇതാ ഇതാ ഇവിടെ അവിടെയൊക്കെ നോക്കണം. കുരുമുളകൊക്കെ എടുത്തിട്ട് ഉപ്പാണോ? ഓ, മാമറാക്കണ്ടല്ലോ ചേച്ചി ഫുഡ്. തന്നു. വയറ്റിളക്കം പിടിക്കാൻ തിന്നാൽ മതി ഇതൊക്കെ കഴിച്ച്. അല്ല അതല്ല കേട്ടോ, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഹായ്, അതാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരണേ.
ചെറിയൊരു പിസ്സ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? അത് നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചേഞ്ചിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അതായത് ഇപ്പൊ അല്ലല്ല, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആക്ച്വലി ഒരു സ്പൂണിനാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്പൂൺ കിട്ടില്ലാത്ത സ്ഥിതിക്ക് കത്തി വെച്ച് ഇളക്കിയാലോ? വേണ്ട ചേച്ചി. ഭഗവാനെ, ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ല. ഇവിടെയും കൂടി ഇടയ്ക്ക് നോക്കിക്കോളൂ. സൈഡിൽ എൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഹേ, ഇത് ആക്ച്വലി ഈസ് പ്രിട്ടി. ഇത് കണ്ടിരുന്നോ നിങ്ങൾ? നല്ല രസമുണ്ട്. അയ്യോ ചേച്ചി, 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ. നമുക്ക് സെർവും ചെയ്യണം. ആണല്ലേ? കഴിഞ്ഞു. തീർന്നു സാധനം. ഇത് കലക്കിട്ടോ. ഇത് ആക്ച്വലി ഹെവി ആണോ ഈ ഫുഡ്? ഹെവി ഒന്നല്ല, ലൈറ്റ് ആയിട്ട് ഈവനിങ്. അതെ, ഇതും കൂടെ ഉണ്ട് കേട്ടോ. എവിടെ മക്കളെ? റെഡി ആയിക്കോളൂ. വിളിച്ചോളൂ. സുനേട്ടാ, ഫോണൊക്കെ ഞാൻ മാറ്റി തരാം. അത് ചേച്ചി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മതി. ലാസ്റ്റ് ഞാൻ പൊട്ടിച്ചോളാം. എന്താണ് മോനെ വിട്ടോ. വരൂ, പെട്ടെന്ന് വരൂ. ഇങ്ങോട്ടേക്കോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇങ്ങോട്ടേക്ക് വരാം. ചേച്ചി ഇങ്ങോട്ടേക്ക്. നിങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കണോ? ഞങ്ങൾ അവിടെയൊക്കെ തന്നെ സെറ്റ് ചെയ്തു സംഭവങ്ങള്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണ്ടേ ചേച്ചി? അല്ലെങ്കിൽ ചേച്ചി സെർവ് ചെയ്യും, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഒരു സാധനം കൂടെ ഉണ്ടല്ലേ? കൊണ്ടുവന്നോളൂ. സ്റ്റാർട്ട് പറയാൻ ആർക്കും പാടില്ല. എന്റെ ശരീരം കണ്ടാൽ തന്നെ ഒരു ചെറിയ കുട്ടപ്പനാണ്. ഓ, ഇതെന്താണോ? മാംഗോ ജ്യൂസ്. ഒരു മാംഗോ ജ്യൂസ്. ഒരു ഗ്ലാസും കൂടെ വേണം. ഒരാൾക്കേ കൊടുക്കുള്ളൂ. എടാ ചക്ക അവിടെ അടി. സ്റ്റോപ്പ്. ഇനി പതുക്കെ കഴിച്ചാൽ റിലാക്സ് ചെയ്ത് ഒരു സമയം